ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷനായി കാത്തിരിപ്പാണ് എല്ലാവരും. ഇപ്പോഴാണ് ധനമന്ത്രി ആ ഉത്തരവ് പുറത്തുവിട്ടത്. എല്ലാവർക്കും സന്തോഷ വാർത്തയാണ്. ക്രിസ്മസ് പ്രമാണിച്ച് സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷൻ ഒരു ഗഡു അനുവദിച്ചു. ഇപ്പോഴാണ് 62 ലക്ഷം വരുന്ന ജനങ്ങളുടെ ബാങ്കിലും കൈകളിലും അത് എത്താൻ പോകുന്ന പെൻഷൻ തുക 1600 രൂപ. തിങ്കളാഴ്ച മുതൽ പെൻഷൻ എത്തിച്ചേരും. മറ്റുള്ളവർക്ക് സഹകരണ സംഘ ഉദ്യോഗസ്ഥർക്ക് ഈ വീടുകളിൽ തുക എത്തിച്ചേരും. മസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തുക എത്തിച്ചേരും. എല്ലാ മാസം 1 തൊട്ട് 20 വരെ മസ്റ്ററിങ് ടൈമുണ്ട്. പിന്നെ നോയറിനും ഒരു ഗഡു വരുന്നുണ്ട്. അങ്ങനെ തവണയായിട്ട് 2 ഗഡുവാണ് ഈ ഡിസംബർ ജനുവരി മാസം വരാൻ പോകുന്നത്. 3200 തന്നെ നമുക്ക് എത്തും. പക്ഷെ ഒന്നിച്ചു വരില്ല, ഘട്ടം ഘട്ടമായിട്ടാണ് വരുള്ളൂ. കഴിഞ്ഞ മാർച്ച് മാസം തുടങ്ങി ക്ഷേമ പെൻഷൻ ഉറപ്പാക്കിയിട്ടുണ്ട്. ഈ സർക്കാർ വന്നതിന് ശേഷം 33,800 കോടി രൂപയാണ് അനുവദിച്ചത് ക്ഷേമ പെൻഷന് മാത്രമായിട്ട്. ഇന്ത്യയിലെ ഏറ്റവും സൗഹൃദ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള കേരളത്തിലാണ്. ഇതിനാവശ്യമായി 98% കേരളം കണ്ടെത്തുന്നു. 2% മാത്രമാണ് കേരളത്തിന് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത്. 5.28% ക്ഷേമ പെൻഷന് സംസ്ഥാന സർക്കാർ തുക കണ്ടെത്തുന്നു. 2% മാത്രമാണ് കേന്ദ്രം കൊടുക്കുന്നത്. അത് കേവലം 300 രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് നൽകുന്നത് ഓരോ പെൻഷനും ഗുണഭോക്താക്കൾക്കും. 425 കോടി രൂപ 2023 ഇതുവരെ കുടിശ്ശികയുണ്ട്. 3200 തുക എത്തിച്ചേരുമെന്നായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ കേവലം 1600 രൂപ മാത്രമാണ് എത്തിച്ചേരുള്ളൂ. ബാക്കി ഒരു ഗഡു നോയറിന് എത്തിച്ചേരുമെന്ന് ഒരു വാർത്തയുണ്ട്. എന്താണെന്ന് അറിയില്ല. അപ്പോൾ എന്തെങ്കിലും വാർത്ത വന്നാൽ നിങ്ങളെ ഞാൻ അറിയിക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.